ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഈ വീഡിയോയിൽ ക്ലാസ് 10ൽ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആണ് നോക്കാൻ പോകുന്നത്. ഓൾറെഡി എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ സർക്കിൾസിൻ്റെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് റിസൾട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഇതിൽ സെക്കൻഡ് റിസൾട്ടാണ്. ഫസ്റ്റ് റിസൾട്ട് നമ്മൾ പഠിച്ചത് എന്താ, അതായത് എ ബി എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. എ ബി എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ ആണെങ്കിൽ ആ ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് സർക്കിളിലോട്ടുള്ള ഒരു പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ച റിസൾട്ട്. ഇനി നമ്മുടെ സെക്കൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇഫ് വി ജോയിൻ ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിൻറ്റ് ഇൻസൈഡ് ദ സർക്കിൾ, അതായത് നമ്മൾ ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സിൽ നിന്നും നമ്മൾ സർക്കിളിൻ്റെ ഇൻസൈഡായിട്ട് ഒരു പോയിൻ്റ് എടുക്കുക, അതുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ആംഗിൾ പി എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈസ് എൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. അതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. അതായത് ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് സർക്കിളിൻ്റെ അകത്തുള്ള പോയിൻറ്റിൽ ഒരു ആംഗിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ആംഗിൾ എപ്പോഴും ഒബ്റ്റ്യൂസ് ആണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ മീൻസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയും കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ളൊരു ആംഗിൾ ആയിരിക്കും നമുക്കിത് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിത് പ്രൂവ് ചെയ്യാനായിട്ട് ഈ എ പി എന്ന് പറയുന്ന ഈ ഒരു ലൈനിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് സർക്കിളിൽ ടച്ച് ചെയ്യുന്നൊരു പോയിൻ്റ് എടുക്കുക. ഇവിടെ നിന്ന് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ വരുന്ന പോയിൻറ്റും ബി ആയിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമ്മളിതിൻ്റെ പ്രൂഫിനായിട്ട് എ പി എന്ന് പറയുന്ന ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, സർക്കിളിനെ ടച്ച് ചെയ്യുന്നൊരു പോയിൻ്റ് എടുക്കുക, എന്നിട്ട് ഈ പോയിൻറ്റും ബിയും കൂടെ ജോയിൻ ചെയ്യാം. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ആംഗിൾ എ പി ബിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു റിസൾട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ച റിസൾട്ട് വെച്ചിട്ട് ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റ്സ് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഏതെങ്കിലും പോയിൻറ്റുമായിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മളിത് പ്രൂഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ ഉള്ളത് എന്താണ്, ആംഗിൾ എ ക്യു ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഇത് നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ബി ക്യു പി, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ ഔട്ട് സൈഡിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച ഒരു ഫിഗറിൻ്റെ ട്രയാങ്കിളാണ്. അതായത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്, കൺസിഡർ ട്രയാങ്കിൾ ബി ക്യു പി. ഈ ബി ക്യു പി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിൻ്റെ നമ്മുടെ ക്യു പി ബി, അതായത് ഈ ഒരു ആംഗിളിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിളായിട്ട് നമുക്ക് ഏതെടുക്കാൻ പറ്റും, ഈ ഒരു ആംഗിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നതാണ് ആംഗിൾ എ പി ബി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ ബി ക്യു പി എന്ന് പറയുന്നത് ഈ ഔട്ട് സൈഡ് വരുന്ന ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഈ ആംഗിളിൻ്റെ, അതായത് ക്യു പി ബി എന്ന് പറയുന്ന ആംഗിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളായിട്ട് ഏത് അസൈൻ ചെയ്യുക, ആംഗിൾ എ പി ബി. ഓക്കെ, നമ്മളിപ്പം ട്രയാങ്കിൾ ബി ക്യു പി കൺസിഡർ ചെയ്യുക ആൻഡ് ദ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ആംഗിൾ ക്യു പി ബി ഈക്വൽ ടു എന്തായിട്ട് അസൈൻ ചെയ്ത് ആംഗിൾ എ പി ബി. ഇത് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിളും ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിളും തമ്മിലൊരു റിലേഷനുണ്ട്. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഇൻറ്റീരിയർ ആംഗിൾസ്, അതായത് ഇവിടെ ഈ ആംഗിളും ഈ ഒരു ആംഗിൾ, ഈ രണ്ട് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നതായിരിക്കും ആംഗിൾ എ പി ബി. എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ആയിരിക്കണം. അപ്പോൾ അതേ കണക്ക് നമ്മുടെ ഫിഗറിൽ നിന്ന് ആംഗിൾ എ പി ബി എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ക്യു ബി പ്ലസ് ആംഗിൾ ക്യു ബി പി. ഓക്കെ, അതിൽ നമ്മൾ ആംഗിൾ ബി ക്യു പി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് എടുത്തിട്ടുണ്ട്. അത് 90 പ്ലസ് ആംഗിൾ ക്യു ബി പി ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് 90 പ്ലസ് ഒരു ആംഗിളാണ്. എന്തായാലും 90യും കാട്ടി ഗ്രേറ്റർ ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നിന്ന് ആംഗിൾ
എന്തെടുക്കാം, ആംഗിൾ എ പി ബി ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യും. അപ്പോൾ അതായത് ആംഗിൾ എ പി ബി 90 പ്ലസ് ഒരു ആംഗിൾ ആയതുകൊണ്ട് ദെയർഫോർ ആംഗിൾ എ പി ബി ഈസ് ഗ്രേറ്റർ ദാൻ 90 ആയിട്ട് എടുക്കാം. ഗ്രേറ്റർ ദാൻ 90 മീൻസ് ആ ആംഗിൾ എന്ത് ആംഗിളായിട്ട് പറയും, ഒബ്റ്റ്യൂസ് ആംഗിൾ. ഗ്രേറ്റർ ദാൻ 90 വരപ്പോഴാണ് ആംഗിളിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. അടുത്ത് നമ്മൾ തേർഡ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. റിസൾട്ട് ഇതാണ്. ഇഫ് വി ജോയിൻ ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയമീറ്ററിൻ്റെ എൻഡ്സിൻ്റെ കേസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എ ബി ഒരു ഡയമീറ്ററാണ്. ഇതിൻ്റെ ഡയമീറ്ററിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സും സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ഏതെങ്കിലും ഒരു പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ, ഈ ഔട്ട്സൈഡിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എപ്പോഴും എന്ത് ആംഗിളായിരിക്കണം, അക്യൂട്ടായിരിക്കും. ഔട്ട്സൈഡിൽ ഫോം ചെയ്യുന്ന ആംഗിൾ അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് മീൻസ് 90 ഡിഗ്രിയും കാട്ടി ലെസ് ആയിട്ടുള്ളൊരു ആംഗിളായിരിക്കണം ഔട്ട്സൈഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഇഫ് യു ജോയിൻ ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്ററിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ഒരു പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡ് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഒരു അക്യൂട്ടായിരിക്കും. ദാറ്റ് ഈസ് 90 ഡിഗ്രിയും കാട്ടി ലെസ് ആയിട്ടുള്ളൊരു ആംഗിളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്തത് ഈ ബിന്ന് ക്യൂ ഇവിടെ ഒരു പോയിൻ്റ് അസ്യൂം ചെയ്യുക, എന്നിട്ട് അത് ബിയുമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് സർക്കിളിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ്, സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് ഇവിടെ എപ്പോഴും എത്രയായിരിക്കും ആംഗിൾ, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ അതേ റിസൾട്ടാണ് നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ബി പി ക്യൂ, നമ്മൾ ഈ ഔട്ട്സൈഡ് വരുന്ന ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. അതായത് ഏത് ട്രയാങ്കിൾ ബി പി ക്യൂ, ഈ ഒരു ട്രയാങ്കിൾ ബി പി ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ നേരത്തെ അതേ കണക്ക് തന്നെയാണ്. അതായത് ആംഗിൾ പി ക്യൂ ബി, ഈ പി ക്യൂ ബി എന്ന് പറയുന്ന ഈ ഒരു ആംഗിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് ആംഗിൾ എ ക്യൂ ബി എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താണ്, സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓപ്പോസിറ്റ് വരുന്ന 2 ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മാണ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതേ റിസൾട്ട് തന്നെയാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ട്രയാങ്കിൾ, ഔട്ട്സൈഡ് വരുന്ന ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ആ ആംഗിളിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ് എ ക്യൂ ബി. ഏതിൻ്റെ എക്സ്റ്റീരിയർ ആണ്, ആംഗിൾ പി ക്യൂ. ഈ വരുന്ന ആംഗിളിൻ്റെ എക്സ്റ്റീരിയർ വരുന്ന ഒരു ആംഗിളാണ് ആംഗിൾ എ ക്യൂ ബി. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ്, ഈ എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇൻറ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്, ആംഗിൾ പിയും ആംഗിൾ പി ബി ക്യൂ. അപ്പം ആംഗിൾ പി പ്ലസ് ആംഗിൾ പി ബി ക്യൂ ആണ് നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ. ഇനി എക്സ്റ്റീരിയർ ആംഗിളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇതിൻ്റെ വാല്യൂ എത്രയാണ്, 90 ഡിഗ്രിയാണ്. അതായത് ആംഗിൾസിന് നമ്മൾ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് ആയതുകൊണ്ട് ഇവിടെ എപ്പോഴും റൈറ്റ് ആംഗിൾ ഫോം ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ പി പ്ലസ് ആംഗിൾ ബി പി ക്യൂ. നമുക്കിവിടെ ഏത് ആംഗിളാണ് കണ്ടുപിടിക്കേണ്ട, ആംഗിൾ പിയുടെ വാല്യൂ അക്യൂട്ടാണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ആംഗിൾ പി അസ്യൂം ചെയ്യാം. ആംഗിൾ പി ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും, 90. ഈ പ്ലസ് വാല്യൂ റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ മൈനസ് ആക്കാം. അപ്പം 90 മൈനസ് ആംഗിൾ പി ബി ക്യൂ. അതായത് ആംഗിൾ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 90 മൈനസ് ഒരു ആംഗിളാണ്. 90 മൈനസ് ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായാലും ആംഗിൾ പി ലെസ് ദാൻ 90 ആയിരിക്കും. അപ്പോൾ ലെസ് ദാൻ 90 ആയതുകൊണ്ട് നമുക്ക് ആംഗിൾ പി എന്തായിട്ട് അസ്യൂം ചെയ്യാം, ആംഗിൾ പി ഈസ് എൻ അക്യൂട്ട് ആംഗിൾ. ആംഗിൾ പി ഒരു അക്യൂട്ട് ആംഗിൾ ആണെന്ന് എടുക്കാം. ഇതാണ് നമ്മുടെ തേർഡ് റിസൾട്ട്. ഓക്കെ, ഇനി എൻ്റെ ഈ വീഡിയോ കണ്ടവരെല്ലാം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. ഇനി അതേ കണക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അതേ കണക്ക് അതിലൊരു ബെല്ലൈക്കണുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി എൻ്റെ ക്ലാസ്, അതായത് സർക്കിൾസിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സോ പുതിയ ക്ലാസ്സസോ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.